ഹലോ, എനിക്ക് കിട്ടുന്ന എല്ലാ ഹാമ്പർ വർക്ക്സും ഞാൻ വളരെയധികം സന്തോഷത്തോടെ ആട്ടോ ചെയ്തു കൊടുക്കാറ്. ഇപ്പോൾ ഈ കാണുന്നത് ആരും കസ്റ്റമൈസ് ചെയ്തതൊന്നും അല്ല കേട്ടോ. ഇതെൻ്റെ ചേച്ചിയുടെ ബർത്ത്ഡേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ സെറ്റ് ചെയ്യുന്ന ഒരു ഹാമ്പറാണ്. അതുകൊണ്ട് തന്നെ ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ലോങ് വീഡിയോ ഞാൻ ത്രൂ ഔട്ട് ഫേസ് കാണിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ഫസ്റ്റ് ടൈം വീഡിയോ ആയതുകൊണ്ട് തന്നെ ടെൻഷൻ കാരണം ഞാൻ കുറേയൊക്കെ പോയിന്റ്സ് പറയാൻ മറന്നുപോയി. ഉദാഹരണത്തിന് ചേച്ചിയുടെ പ്രൊഫഷനെ പറ്റിയൊക്കെ പറഞ്ഞു, കുട്ടി ഉണ്ടായതും പറഞ്ഞു. ചേച്ചിയുടെ പേരൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല. അപ്പോൾ എൻ്റെ ചേച്ചിയുടെ പേരാണ് ഗോപിക. ആളും ഞാനും തമ്മിൽ 4 വയസ്സിന് ഡിഫറൻസ് ആയിട്ടുള്ളത്. ചേച്ചിയുടെ ബർത്ത്ഡേ വരുന്നത് ജൂലൈ 1 പക്ഷെ ഞാൻ അവൾക്ക് ഈ ഗിഫ്റ്റ് കൊടുക്കുന്നത് ജൂൺ 23 എന്തായാലും ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഗിഫ്റ്റ് അവളുടെ കയ്യിൽ എത്തിയിട്ടുണ്ടെന്നാണ്. ഇല്ലെങ്കിൽ അവൾ എൻ്റെ സർപ്രൈസ് ഓൾറെഡി കാണില്ലേ. ഇത് കേൾക്കുമ്പോൾ എന്തായാലും ആർക്കും തോന്നാം ജൂലൈ 1 വരുന്ന ബർത്ത്ഡേക്ക് ഞാൻ എന്തിനാണ് ജൂൺ 23 ആൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതെന്ന്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേ ജൂൺ 19 ചേച്ചിയുടെ ബർത്ത്ഡേ ജൂലൈ 1 വരുന്നത്. പക്ഷേ ഈ 2 ദിവസങ്ങളും വീട്ടിൽ ആരും തന്നെ ഓർത്തു വെക്കാറുമില്ല, ആഘോഷിക്കാറുമില്ല. കാരണം ജനിച്ചപ്പോൾ തൊട്ട് ആഘോഷിക്കുന്നത് പിറന്ന നാള് വെച്ചിട്ടുള്ള ദിവസം നോക്കിയിട്ടുള്ള ബർത്ത്ഡേ ആട്ടോ. ചേച്ചിയുടെ നാള് വെച്ചിട്ടുള്ള ബർത്ത്ഡേയുടെ അന്നാണ് ഞാൻ ജനിച്ചിട്ടുണ്ടായത്. അതുകൊണ്ട് ഞങ്ങളുടെ 2 പേരുടെയും നാള് ഒരേ ദിവസമാണ് വരുന്നത്. അപ്പോൾ കുഞ്ഞിലേ തൊട്ട് ഞങ്ങളുടെ 2 പേരുടെയും ബർത്ത്ഡേ ഒരേ ദിവസമാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പണ്ട് ഞങ്ങൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാനും ചേച്ചിയും ബർത്ത്ഡേ വരുമ്പോഴത്തേനും ഒരേ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് പോകുന്നത്. ഒരേ ഡ്രസ്സെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ പാറ്റേണിൽ വരുന്ന ഡ്രസ്സായിരിക്കും ഇടുന്നത് രണ്ടുപേരും. പാറ്റേൺ മാത്രമല്ല സെയിം കളറും. അപ്പോൾ എല്ലാവർക്കും ഉള്ള ഡൗട്ടായിരുന്നു ഇതെങ്ങനെ ചേച്ചിയുടെ അനിയത്തിയുടെയും ബർത്ത്ഡേ ഒരേ ദിവസമായി എന്ന്. ഡേറ്റ് ഓഫ് ബർത്ത് അല്ല, ജനിച്ച നാൾ വെച്ചിട്ട് നോക്കിയുള്ള ബർത്ത്ഡേ ആണ് എന്ന് പറഞ്ഞ് നമ്മൾ മടുക്കും. കാരണം എല്ലാ വർഷവും ഈ ചോദ്യം കേൾക്കാം. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ വർഷം ഞങ്ങളുടെ പിറന്ന നാൾ വെച്ചിട്ടുള്ള ദിവസം വരുന്നത് ജൂൺ 23 ഈ വർഷം ചേച്ചി എനിക്കൊരു വലിയ ഗിഫ്റ്റായിട്ട് മീമോനെ തന്ന സ്ഥിതിക്ക് ഞാനും കൊടുക്കണ്ടേ ചേച്ചിക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും. അങ്ങനെ സെറ്റ് ചെയ്തതാട്ടോ ഈ ഒരു ഹാമ്പർ. എന്തായാലും ഇത് കാണുമ്പോൾ അവൾ സർപ്രൈസ് ആവും, അതെനിക്ക് ഉറപ്പാണ്. ഹാമ്പറിന്റെ ഫൈനൽ ലുക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ വന്നായിരുന്നു. ചേച്ചിക്ക് ഇഷ്ടപ്പെടുന്ന എൻ്റെ വിശ്വാസം. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ.